അപ്പച്ചി ചോദിച്ചു കേട്ടില്ലേ, എന്താണ് നീ ഇവള് മോരിനകത്ത് ചേർക്കുന്നതെന്ന് പറയടി. ആർത്തൂനെ മുഴുഭ്രാന്തിയാക്കാനുള്ള മരുന്ന്. പലതവണ മരുന്നുമായി ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോഴൊക്കെ മരുന്ന് കലർത്തിയ മോര് കുടിച്ചതായി മറ്റുള്ളവരാ. ആദ്യം പലഹാരത്തിൽ കലർത്തിയാ കൊണ്ടുവന്നത്. അതെന്റെ അനിയത്തി എനിക്ക് തന്നു. അതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കേ. ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വത്ത് ഇവൾക്കും ഇവളുടെ ആൾക്കാർക്കും ദാനമായിട്ട് കൊടുത്തില്ലേ നിങ്ങള്? ഇവളുടെ ഏട്ടന് നഷ്ടപ്പെട്ട വീടും പറമ്പും നിങ്ങൾ കോടികൾ കൊടുത്ത് ദേ ഇവളുടെ ഏട്ടന്റെ പേരിലാക്കി. ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ആദ്യം ഭ്രാന്ത് വന്നു ഞാൻ. അത് മാറിയിട്ടും സമനില തെറ്റിയതുപോലെ അഭിനയിച്ചു. ഇവള് മുഴുവട്ടായിട്ട് ഓടി നടക്കുന്നത് കാണാൻ. കൊണ്ടുപോടോ, ഇവരെ വിളിച്ചിട്ട് പോവാൻ. അല്ലെങ്കിൽ ബന്ധം ഞാൻ നോക്കില്ല. മൂത്തവനാണെന്നൊന്നും ഞാൻ കരുതില്ല. ഇപ്പോഴും തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്ന രണ്ടിന്റെ തലയോട്ടി ഇളകുന്ന രീതി രണ്ടെണ്ണം തന്നാ ഈ അസുഖമൊക്കെ മാറും. പറഞ്ഞത് കേട്ടില്ലേടി, പോ, ഇറങ്ങി പോവാൻ. തല്ലുകൊള്ളാതെ ഇവളെ വിളിച്ചത് പോടാ. ഇനിയും ഞാൻ വരും ഇതുപോലെ പല വേഷത്തിൽ. നിന്റെ അവസാനം കാണാൻ. ഇറങ്ങി പോടി. നിങ്ങള് പുഴുത്ത് തീർത്തേ ഉള്ളൂ. നിങ്ങൾ എന്റെ അമ്മയല്ല. അതേടി, ഞാൻ നിന്റെ അമ്മയല്ല. ഇനി അങ്ങനെ കരുതിക്കൊള്ളാം. എന്റെ അമ്മ ചത്തുപോയി. എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ അമ്മ എന്നെ ചത്തുപോയി. വാനന്തോട്ടാ. അവര് വന്നാല് സ്നേഹിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ അവരെന്ത് തന്നാലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അപ്പൊ കരുണനും അയാളുടെ ഭാര്യയും തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്ന ഇതവനല്ലേ? എന്തിനു വേണ്ടി അവരിതൊക്കെ ചെയ്യുന്നത്? ഞാൻ അപ്പച്ചിയോട് നേരത്തെ പറഞ്ഞതാ ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന്. കണ്ണേട്ടും പറഞ്ഞതാ. പിന്നെന്തിനാ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേരിൽ എഴുതി അവരുടെ ശത്രുത കൂട്ടുന്നത്? ഇനിയും തരും. എനിക്കുള്ളതെല്ലാം മോൾക്കും മാളൂനും. അവൾക്കൊന്നും കൊടുക്കില്ല, കാലെണ്ണയുടെ വക പോലും. ഞാനും അത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. മഞ്ജുവിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കുട്ടിക്കാലം മുതലേ അനന്തവന് ആർത്തി കൂടുതലായിരുന്നു. അങ്ങനെ അത്യാഗ്രഹം കൂടുതലുള്ള രണ്ടുപേരും ഒന്നിച്ചു. പിന്നെ ഇതല്ല, ഇതിലപ്പുറവും സംഭവിക്കും. ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാ പലതവണ മോളുടെ സമനില തെറ്റിക്കാൻ വന്നിട്ടും മോൾക്കൊന്നും സംഭവിക്കാതിരുന്നത്. ഒരുപാട് തവണ ഒരേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുമ്പോ ആർക്കായാലും സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നി ഞാൻ എന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി. എന്റെ ഏട്ടനും ഏട്ടത്തെയും കൂടി എല്ലാവരെയും കബളിപ്പിക്കുന്ന കഥ. അതിനുശേഷമാ അവരിവിടെ വന്നാൽ സൂക്ഷിക്കണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. അല്ലാതെ ആ സമയത്ത് എന്നെ ചോദ്യം ചെയ്യല്ല വേണ്ടത്. മോൾ ഒരുപാട് സ്നേഹം അവർക്കൊക്കെ കൊടുത്തില്ലേ? എന്നിട്ട് ഇത്തിരി പോലും അവര് തിരിച്ചേരുന്നില്ലല്ലോ. പിന്നിനി അവരെ കണ്ടെന്ന് പോലും നടിക്കേണ്ട കാര്യമില്ല. അവർക്കരികിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർക്കൊരു കുഞ്ഞു വേണമെന്ന് ചിന്തിച്ചിട്ടല്ലേ ഇതുപോലെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനെ മോളിപ്പോ സ്നേഹിക്കുന്നത്. ഇനിയിപ്പോ അത് വേണ്ട. അവരവനെ കാണാൻ പോവാതിരിക്കുക എന്ത് വേണം ചെയ്യട്ടെ. പക്ഷെ അവർക്ക് വേണ്ടി മോളിനി ഒരിക്കലും അവനെ കാണരുത്. ഈ അടുത്തൊരു ദിവസം ഞാൻ കോളിത്തല ഇട്ട് നോക്കി. അയാള് നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. 3 തവണയും നല്ലവനാണെന്നാ വന്നേ.
നിർത്ത. ഇതാ മോളുടെ കുഴപ്പം. എത്ര പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാവില്ല. മഞ്ജുവിനെ അനന്തുവിനെയും അടുപ്പിക്കരുതെന്ന് ഞങ്ങളെല്ലാം മാറിയും തിരിഞ്ഞ് ഉപദേശിച്ചതല്ലേ? എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? അവർക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹത്തോടെ മോള് സ്നേഹിക്കുന്നത് അവരെക്കാൾ മനുഷ്യപ്പറ്റില്ലാത്ത ഒരുത്തനെയാ. മോളൊന്നും മനസ്സിലാക്കിക്കോ. ഡോക്ടർ ജീവനെ സ്നേഹിക്കുന്ന ആരെയും എനിക്കിഷ്ടമല്ല. അത് സ്വന്തം മക്കളായാലും അങ്ങനെ തന്നെയാ. എന്നെ വിഷമിപ്പിച്ചിട്ട്, അരുണിനെ വെറുപ്പിച്ചിട്ട് മോൾക്ക് അയാളെ സ്നേഹിക്കേണ്ട കാര്യം എന്താ? അത്രയ്ക്ക് അയാളോട് അടുപ്പം കാട്ടാൻ മാത്രം മോൾക്ക് അയാൾ എന്തുപകാര ചെയ്തു തന്നത്? മോളെ അവനിപ്പോ വിളിക്കുന്നുണ്ടോ? കാണാൻ ശ്രമിക്കുന്നുണ്ടോ? ഏയ് ഇല്ല. എനിക്കറിയാം അവൻ അതൊക്കെ ചെയ്യുന്നു. നമുക്കിടയിലേക്ക് കടന്നു വന്ന് വഴക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നവനെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ തന്നെ അവനും നമ്മളുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ചതിയനവൻ. എന്റെ സീനിയറെ പഠിക്കുന്ന കാലത്ത് പല പെൺകുട്ടികളെയും അവൻ വലയിലാക്കി അവരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. അല്ലാതെ മുത്തശ്ശനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം. എന്റെ ഒരടുത്ത കൂട്ടുകാരിയെ പോലും അവൻ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്യായിരുന്നു. അത് പറയാത്ത കഥയാ. ഇപ്പോ പറയാതെ വയ്യുന്ന സാഹചര്യം വന്നോണ്ടാ പറയുന്നത്. കേവലം കോവളത്തിലെ ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചിട്ടിട്ടതോ നാട്ടിലെ ജ്യോത്സ്യന്മാര് പറയുന്നതോ 100% സത്യമാണെന്ന് കരുതണ്ട. അവന്റെ കാര്യത്തില് അതൊക്കെ തെറ്റാ. ഞാൻ കണ്ട ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ, മരിക്കേണ്ടവൻ, അതാണവൻ. അതുകൊണ്ട് തന്നെ അവനെ ഇനിയും ഞാൻ കൊല്ലാൻ നോക്കും. അവൾ എന്ത് മനസ്സിൽ മൂടി വെച്ചോണ്ട് നടക്കാനാന്ന്? ഇനിയിപ്പോ അതറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാനാ? മനസ്സിൽ മൂടി വെച്ചോണ്ട് നടക്കാനായിരിക്കും കേട്ടാ. എന്റെ മോനെ, മനസ്സിൽ മൂടി വെച്ചോണ്ട് നടക്കുന്നത് ഞാനല്ല, നിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയാ. ഇവർക്കൊക്കെ പലതും അറിയാം, എന്നാൽ എന്നോടൊന്നും പറയില്ല. ഇടാ കണ്ണ, അതൊക്കെ ചിലപ്പോ സുധ അറിഞ്ഞു കാണും. അവൾ അറിഞ്ഞാലുള്ള കാര്യമൊക്കെ അറിയാലോ. പിന്നെ ഈ ലോകം മുഴുവൻ അവള് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കും. എടാ, നീ ആ ദേവനന്ദിയോടൊന്ന് വിളിച്ചു പറ, നമ്മുടെ കൊച്ചിനെ കൊല്ലാനല്ല അരുണിന് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന്. കാര്യം നമുക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അരുണും അരുണിന്റെ അപ്പച്ചിയൊക്കെ. അതിന് പകരമായിട്ടേ കാർത്തൂന്റെ ജീവനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. മാറിയില്ല അങ്ങോട്ട്. മഞ്ജു അനാഥയാ, എങ്കിലും ആരും അവളെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇനിയിപ്പം അവളെ അങ്ങനെ കാണേണ്ട അവസ്ഥയിലേക്ക് അവള് തന്നെ സാഹചര്യം ഒരുക്കുക. എന്തായാലും അരുണിന്റെ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ ഇനി അവളെ വെറുത്തു തുടങ്ങും. അരുൺ സാറിന്റെ ഏട്ടനെ അടുത്തേയും ഇനി വീട്ടിൽ കയറ്റരുതെന്ന് കണ്ണേട്ടനൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ആ പരിസരത്തേക്ക് പോലും അവരെ അടുപ്പിക്കാനുള്ള സാധ്യതയില്ല. എന്നാടാ വണ്ടി നിർത്തിയേ? ഇപ്പൊ തന്നെ ഒരുപാട് ദൂരായി. എടാ, റോഡ് ഇതുവരെ തീർന്നിട്ടില്ലല്ലോ, ഇനിയും കിടക്കുമല്ലേ, നീ വിട്ടോ. ചേട്ടാ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അല്ല, 1500 രൂപ അത്രേ ഉള്ളോ? 2000 രൂപ ഉണ്ട്, ബാക്കിങ് താ. നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? മര്യാദക്ക് പൈസ ഇങ്ങതാ. അതിന് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ? കളിക്കല്ലേട്ടാ, മര്യാദക്ക് പൈസ ഇങ്ങെടുക്ക്. എടാ, നീ ആരടാ എന്നോട് പൈസ ചോദിക്കാൻ? പൈസ തരാൻ 1000 ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഓരോന്നിറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിന്റെ ഓട്ടോ എവിടെങ്കിലും പോയി കയറട്ടെ, അത് തകരട്ടെ, നീ ചത്തു പോട്ടെ. നീ പോടാ, നീ പോടാ. ഓരോ വട്ടന്മാർ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വിട്ടു പോടാ. എല്ലാം കാർത്തുവെച്ചയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്കും അച്ഛനും മുത്തച്ഛനും ഒക്കെ ഒരു അവശത വന്നാ കാർത്തുവെച്ച അരികിൽ കാണും. ആ നേരത്തെ ഞാൻ പോലും കാണുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം നോക്കാൻ മനസ്സുള്ള കാർത്തുവെച്ചയ്ക്കാ എല്ലാം അവകാശപ്പെട്ടത്. കാർത്തൂനൊന്നും വേണ്ട, നമ്മുടെയൊക്കെ സ്നേഹം മാത്രം മതി. അത് മനസ്സിലാക്കാതെയാ അനന്തും മഞ്ജുവും ആ പാവത്തിന്റെ ജീവൻ എടുക്കാനായി പാഞ്ഞു നടക്കുന്നത്.
ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ല. അമ്മ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കണായിരുന്നു. എന്തിനാ അമ്മക്ക് ഇങ്ങനെ ഒരു മോള്? ഞാൻ പറഞ്ഞതാ സത്യം. അവൾ അമ്മയുടെ വയറ്റില് ജനിച്ചതല്ല, എന്റെ ചേച്ചിയുമല്ല. അമ്മയുടെ വയറ്റില് ജനിക്കേണ്ടിയിരുന്നത് എന്റെ കാർത്തുവച്ചിയാ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എന്റെ സ്വന്തം ചേച്ചിയായിട്ട് കാണുന്നത് കാർത്തുവച്ചിയെ തന്നെയാ. അങ്ങനെ തന്നെ മോള് കരുതിയാ മതി. ഞങ്ങളൊക്കെ കുറച്ചുനാള് കഴിയുമ്പോ അങ്ങ് പോവും. പിന്നെ മോൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ മോളെ സഹായിക്കാൻ കാർത്തു അരുണും മാത്രമേ കാണൂ. അതേത് സാഹചര്യത്തിലും അവര് മോൾക്കൊപ്പം ഉണ്ടാകും. ആ ഉറപ്പ് അമ്മയ്ക്കുണ്ട്. അത് അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ഏത്തം ഇടാറുണ്ട്. എന്തിനാന്നറിയോ? കാർത്തുവച്ചിയെ എന്റെ ചേച്ചിന്ന് പറയുന്നവൾക്കൊപ്പം നിന്ന് ഞാൻ കൊല്ലാൻ നോക്കിയില്ലേ പലപ്പോഴും. അതിന് ദൈവത്തോട് മാപ്പ് പറയാറുണ്ട്. ഈ ലോകത്ത് ഇതുപോലെ സാധുവായ ഒരു ചേച്ചിയെ ആർക്കും കിട്ടില്ല. അതാ പിശാചിന് മാത്രം അറിയില്ല. ഞാനൊന്ന് കാർത്തുവച്ച് വിളിക്കട്ടെ. അതുകൊണ്ട് ഇനി കാർത്തൂനെ പോലെ തന്നെ അവളും എനിക്ക് ശത്രു അനന്തുവേട്ടാ. ഞാൻ അനാഥയാണെന്ന് അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അവളുടെ കരൾ തടിച്ചുകൂടായിരുന്നോ? ഒരു കരളിന്റെ കടമാണ് അവൾ വീട്ടാൻ ശ്രമിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്തവളെ പരിശുദ്ധിയാക്കി കാണിച്ചിട്ട് നിനക്കാരുമില്ലാന്ന് പറയുന്നത് ആ കടപ്പാടിന്റെ പുറത്താ. എന്നാലും എനിക്ക് നേരിട്ട് പോയി ചോദിക്കണം എന്റെ അമ്മയെന്ന് പറയുന്നവരോട്, അവള് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്നു. ഞാൻ അവിടെ കൊണ്ടുവിടാം, പക്ഷെ അകത്തോട്ട് വരത്തില്ല. ഗേറ്റിന് പുറത്തേ നിൽക്കൂ. എനിക്ക് വയ്യ അവരോട് സംസാരിക്കാൻ. എന്റെ കരണത്തടിച്ചതാ അപ്പച്ചി. എന്ത് ചെയ്യാനോ? 2 തവണ മോരിനകത്ത് മരുന്ന് കലക്കിയതാ. ആ 2 തവണയും നാശങ്ങൾ അവിടെ എത്തി. കരുണനും അവന്റെ ഭാര്യയും. അപ്പൊ അത് ശരി, എന്നെ മോര് കുടിപ്പിച്ചത് നീയൊക്കെ അല്ലേ? അല്ലെങ്കിൽ അവൾ എന്നെ ഭ്രാന്തെടുത്ത് ഓടേണ്ടതാ. ആ കരണനിവിടെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, അയാൾക്ക് ആ മറുമരുന്ന് കൊടുത്തില്ലല്ലോ എന്ന്. നിനക്കെന്നെ ബാക്കി ഇവിടെ നമ്മുടെ ബെഡ്റൂമിൽ ഭദ്രമായിട്ടിരിക്കുക. അതെന്തിനാ അയാൾക്ക് കൊടുക്കുന്നത്? എടി, ഈ പറയുന്ന കരുണൻ കാർത്തുവിന്റെ ശത്രുവാ. അയാള് സ്വബോധത്തോടെ നടന്ന നമ്മളെപ്പോലെ തന്നെ അവളെ ഇല്ലാതാക്കാൻ നോക്കും. പിന്നെ വൈദ്യൻ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലപ്പഴക്കം ചെല്ലുന്തോറും മരുന്നിന്റെ വീര്യം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന്. പക്ഷേ അതിന് മാസങ്ങൾ കഴിയണം. അവസരം കിട്ടുവാണെങ്കിൽ ആ മരുന്ന് എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഉള്ളിൽ ചെല്ലണം. എല്ലാം വട്ടുപിടിച്ച് നടക്കട്ടെ. ഈ സംഭവം അറിഞ്ഞിട്ട് ശരിക്കും ഞാൻ തളർന്നുപോയി മോളെ. കുടുംബത്തേക്ക് പോയാ എന്റെ രക്തം തിളയ്ക്കും, എന്റെ BP കൂടും. അതുകൊണ്ടാ പോവാതിരുന്നേ. മാളു ഒന്നും അറിയാതെ ചോദിച്ചാണെങ്കിലും അതിലൊരു സത്യമുണ്ടല്ലോ. നിന്റെ വയറ്റിൽ പിറന്ന സന്താനമല്ലല്ലോ മഞ്ജു. അവളെ പ്രസവിച്ചത് അസുരകുലത്തിൽ പിറന്ന ഏതൊരു സ്ത്രീയാ. അവളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. നീ വളർത്തിയതല്ലേ അനന്തുവിനെ. സ്വന്തം അമ്മയേക്കാൾ നീയാണ് അനന്തുവിനും അരുണിനും വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തതും. അതുപോലെ തന്നെ മഞ്ജുവിനും മാളുവിനും. അരുൺ പിന്നെ കുട്ടിക്കാലം മുതലേ ശാന്തനായിരുന്നു. പക്ഷെ മറ്റു 3 പേരും നിന്റെ സ്വഭാവ പകർത്തിയേ. അതിലെനിക്ക് വേദനയുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മാളു മാറിയില്ലേ? അതുപോലെ അനന്തുവിനും മഞ്ജുവിനും എന്താ മാറിയാല്? ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമിതമായ സമ്പത്ത്. ആവശ്യത്തിനത് വേണം. എന്നാ അത് പരിധിക്കപ്പുറമായ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. രക്തബന്ധമുള്ളവർ തമ്മിലകലും. ഇവിടെ യുദ്ധങ്ങൾ പലതും നടന്നിട്ടുള്ളത് മണ്ണിന് വേണ്ടിയാ. ഇഷ്ടം പോലെ കൊടുക്കൂലോ അച്ഛാ. അവൾക്കും അനന്തുവിനും മാറ്റിവെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ വന്നു ചേരുമല്ലോ. പിന്നെ ഈ രീതിയിൽ തരം താഴേണ്ട കാര്യം എന്താ? നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലായില്ലെങ്കിൽ പിന്നെ വിട്ടേക്കണം. ഇതിനിടയിൽ കാർത്തു വന്നതാ പ്രശ്നം. 4 ഭാഗം വയ്ക്കുമെന്ന് കരുതിയിരുന്ന സ്വത്തുക്കൾക്കൊക്കെ ഒരവകാശം കൂടി വന്നപ്പോൾ അനന്തുവിന്റെയും മഞ്ജുവിന്റെയും നിയന്ത്രണം വിട്ടുപോയി. കാർത്തൂന് കൊടുക്കാനുള്ളത് മോൾക്ക് കൊടുക്കും. അതിലും മാറ്റമൊന്നുമില്ല.
ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറയണ്ട. ഒരിക്കൽ അങ്ങനെ ദേഷ്യം കയറിയപ്പോ ഞാൻ പറഞ്ഞു പോയതാ ഇപ്പൊ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. മാള് വരുന്നുണ്ടച്ചാ. അവളെ കാണാൻ പോയിട്ട് എന്തായി? വഴക്കൂടിയോ? അവളുടെ വിളിയൊന്നും വന്നില്ലേ? എന്തു പറ്റി മോളെ? അതുപോലെ അവിടെ പോയി വഴക്കുണ്ടാക്കിയോ? പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ നാള് തലയ്ക്ക് വെളിവില്ലാതെ നടന്നവളാ. ഇപ്പോഴും സ്വബോധത്തോടെ അല്ല നടക്കുന്നത്. അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് ആർത്തിമൂത്ത രണ്ടും മനുഷ്യരല്ലാതായി. അവരോട് വെറുതെ വഴക്കിന് പോയിട്ട് ഒരു കാര്യമില്ല. കാർത്തു ചേച്ചിയെ വേദനിപ്പിച്ച ഇനിയും ഞാൻ പോവും. ചിലപ്പോ അവളെ തല്ലിയെന്നും വരും. മോളുടെ ചേച്ചിയാണ്. ആര് പറഞ്ഞു ചേച്ചിയാന്ന്? അവളെന്നെ ചേച്ചിയൊന്നുമല്ല. ഞാൻ അവളെ അങ്ങനെ കാണത്തുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സാധനം മരിച്ചു കഴിഞ്ഞു. അന്ന് അപ്പച്ചിക്ക് അയാളെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഒരാളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ അയാൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം ഉണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അയാളെ പറ്റി കഴിവതും കൂടുതൽ സംസാരം വേണ്ട. ഞാനല്ലല്ലോ സംസാരിക്കുന്നേ. ഏതു നേരം സാറ് തന്നെയല്ലേ ഡോക്ടർ ജീവനെ കുറിച്ച് പറയുന്നേ? പറയാനുള്ള കാരണം താൻ ഉണ്ടാക്കുക. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മിക്കവാറും അയാളെ ഞാൻ വീട്ടിൽ കയറി അടിക്കും. ദീപേട്ടന് ഏട്ടനെ പറ്റി നല്ല അഭിപ്രായം. സാറും ദീപേട്ടനും തമ്മില് അകലാൻ കാരണമാവില്ലേ? അവനോട് പോവാൻ പറ. അവൻ അകലെ നിങ്ങൾ അകന്നോട്ടെ. അവനെ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ, ദ്രോഹിച്ചിട്ടൊന്നുമില്ല. നിന്നോട് ആരാ പറഞ്ഞത് അവൾ അനാഥയാണെന്ന്? എനിക്ക് അവളെ ഇപ്പൊ ചേച്ചിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അനാഥയെന്ന് പറഞ്ഞത്. അത് ഞാൻ ഇനിയും പറയും. അച്ഛാ, മഞ്ജു എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? ഏയ്, അതിനുള്ള വഴിയില്ല. മഞ്ജുവിന്റെ സ്വഭാവം തന്നെയാ എല്ലാത്തിനും കാരണം. നമ്മളും ഇപ്പൊ അവളെ തള്ളിക്കളഞ്ഞ പോലെയല്ലേ. അതവിടെ കൊണ്ടുവയ്ക്കാൻ. അത് താഴെ വെക്കണോ? ഇത് പള്ളയെ കേറ്റിയ കുടലും പണ്ടവും മൊത്തം പുറത്തു വരും. വേണ്ട, കാശെടുക്കടാ, എടുക്കടാ കാശ്. കൊടുത്തുവിടാനും കേട്ടോ. എടുക്ക്. ഈ 5000 ഉള്ളോ നിന്റെ കൈ? അതേ ഉള്ളൂ. നിനക്കൊക്കെ മരിക്കാൻ പേടിയുണ്ട്. എന്നാ മരണഭയമില്ലാത്തവനാണ് ഞാൻ. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പോവാൻ നോക്ക്. ദൈവത്തെ ഓർത്ത് ഒരിക്കലും ഞാൻ പോകില്ല. ഞാൻ എന്നെ ഓർത്തിട്ടേ പോകൂ. ആരെങ്കിലും ഓർത്തിട്ടൊന്ന് പോ. ഞാൻ പോകാൻ നിനക്കൊക്കെ എന്താടി ഇത്ര ധൃതി? അല്ല, നിങ്ങളിവിടെ നിന്നിട്ട് എന്താ കാര്യം? വെറുതെ നിക്കട്ടടാ. കണ്ടോണ്ടിരിക്കാവല്ലോ നിന്നെയും നിന്റെ ഭാര്യയും. ഇറങ്ങിപ്പോടും. കത്തിക്ക് ഈയിടെയായിട്ട് മൂർച്ച ഇത്തിരി കൂടുതലാ. ദൈവത്തെ ഓർത്തും നിങ്ങളൊന്നും പോ. ഇറങ്ങി പോടാന്ന് പറയടി. പറയടി. എന്താ പറയാൻ പറ്റില്ലേ? ഇറങ്ങി പോടാ. ആ മോളെ. കണ്ണേട്ടാ, അത് പിന്നെ വിളിച്ചായിരുന്നു അയാള്. ആരാ മോളെ? വേറെ ആരാ? ആ ഡോക്ടർ തന്നെ. എന്നിട്ട് എടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ സാറ് വന്നു. ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഒന്ന് വിളിച്ചു പറയണം. സാറിന് മാത്രമല്ല, സാറിന്റെ അമ്മയ്ക്കും ഇത് ദേഷ്യമാ. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും വിളിക്കുമ്പോ.
എത്ര പറഞ്ഞാലും അയക്കൊട്ടും മനസ്സിലാവില്ല. ഒരിക്കലും കാണാനും വിളിക്കാനും പറ്റാത്ത അവസ്ഥ അയാൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാളെ പറഞ്ഞു മനസ്സിലാക്കണം. കണ്ണേട്ടനെ അറിയാലോ, ഞാൻ ഇന്നേ വരെ അരുൺ സാറിനെയോ അരുൺ സാറിന്റെ അപ്പച്ചിയോ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിനെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് അവരെ ആരെയും അനുസരിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം മോളെ കാര്യങ്ങള്. ഞാൻ അങ്ങേർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു നോക്കാം. എത്ര തവണ അങ്ങേരോട് ഇതൊക്കെ പറഞ്ഞതാ, എന്നിട്ട് എന്താ മനസ്സിലാവാത്തത്? അയാളുടെ സംസാരം കേൾക്കുമ്പോഴും അയാളെ കാണുമ്പോഴും ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോ. പ്രത്യേകിച്ചും അരുണിന്റെ അപ്പച്ചിയെ രക്ഷിച്ചതിന് ശേഷം. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. പക്ഷേ അയാൾ അമിത ആവേശം കാണിച്ചുകൊണ്ടിരിക്കോ? അത് കണ്ണേട്ടൻ പറഞ്ഞതുപോലെ കുഴപ്പം ചെയ്യില്ലേ? എന്താ കണ്ണേട്ടനൊന്നും പറയാത്തെ? കണ്ണേട്ടാ, സാറ് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അത് ഉണ്ണിയുടെ കാര്യം പറയാനാ. അയാളുടെ ടെസ്റ്റ് റിസൾട്ട് കിട്ടി. ഞാനും ഡോക്ടർ ഹേമലതയും തമ്മിൽ കൺസൾട്ട് ചെയ്തു. പിന്നീട് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഗ്യാരണ്ടി തരിക, ഉണ്ണിക്ക് ഒരു അച്ഛനാവാൻ പറ്റും. ഈ ഒരു ഉറപ്പ് കിട്ടിയതിനു ശേഷം ഉണ്ണിക്കൊരു പെണ്ണ് കാണാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ധൈര്യമായിട്ട് പെണ്ണ് കണ്ടോ. അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്ക് നന്ദിയൊന്നും വേണ്ട. മോളുടെ സ്നേഹവും മോളെ കാണാനുള്ള അവസരവും തന്നാ മതി. എപ്പോഴും അത് മാത്രമേ ഞാൻ മോളോട് ആവശ്യപ്പെടുന്നുള്ളൂ. എന്റെ സാഹചര്യമൊക്കെ അറിയാലോ. ഡോക്ടറുടെ ഫോൺ വരുമ്പോഴൊക്കെ കണ്ണേട്ടം വിളിച്ചെന്നാ പറയുന്നത്. അവസാനമായിട്ട് മോള് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിടി വീണു. ഭാഗ്യത്തിന് ആ സമയത്ത് ഞാനുമായിട്ടാ സംസാരിച്ചിരുന്നേ. എങ്കിലും അരുണിന് വലിയ സംശയ. അരുണിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം ഡോക്ടറെ കെട്ടിച്ചമച്ച കഥകളാണെന്നാ പറയുന്നേ. കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ പറഞ്ഞു ഡോക്ടർ നിരപരാധിയാണെന്ന്. പിന്നെ അരുൺ സാറിന്റെ അപ്പച്ചിയെ സഹായിച്ചതൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ ഞാനിങ്ങനെ സാഹസം കാണിക്കുന്നത്. എങ്കിലും മോളുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന പ്രശ്ന. അതുകൊണ്ട് ഡോക്ടർ ഒന്ന് നിയന്ത്രിക്കണം. ഇനി മോളെ കാണാതിരുന്ന എനിക്ക് ഭ്രാന്ത് വരും. അതുകൊണ്ടാ വിളിക്കുമ്പോഴൊക്കെ വരണമെന്ന് ഞാൻ പറയുന്നത്. മാസത്തിൽ ഒരു തവണയെങ്കിലും മോളെ കാണാനുള്ള അവസരം എനിക്ക് തരണം. കുട്ടികളില്ലാത്ത ഞാനിപ്പോ മോളെയാണ് എന്റെ സ്വന്തം മകളായി കാണുന്നത്. അങ്ങനെ ഒരാൾ ഈ ലോകത്തുള്ളത് നല്ലതല്ലേ മോളെ? എനിക്ക് ഒരു എതിർപ്പുമില്ല. ഡോക്ടറുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ ഡോക്ടർ മനസ്സിലാക്കണം. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഇപ്പൊ ഞാനല്ല, അരുൺ സാറാ. അദ്ദേഹം ദൈവത്തെ പോലെ എനിക്ക്. ജീവിതം തന്നെ താറുമാറായി പോയൊരവസ്ഥയില് എന്നെ മാത്രമല്ല കണ്ണേട്ടനെയും പവിത്രയെടുത്തിയും ഒക്കെ നിലനിർത്തിയത് സാറാ. അതിന്റെ നന്ദിയും കടപ്പാടും ഒരിക്കലും തീരില്ല. എനിക്കറിയാം മോളെ. ഞാൻ ഒരു കാരണവശാലും മോൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യില്ല. ഇടയ്ക്ക് അരുണും അയാളുടെ അമ്മയും മാറി നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ കോൾ ചെയ്താലും മതി. മോളുടെ മുഖം എനിക്ക് കാണാലോ. ഇങ്ങോട്ട് വരുന്നതിന്റെ ധൃതിയില് പലഹാരമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇനി വരുമ്പോ മോളുണ്ടാക്കിയ പലഹാരം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. ഞാൻ ആസ്വദിച്ചാ കഴിച്ചത്. മുറിവെല്ലാം കരിഞ്ഞോ? ഈ മുറിവൊന്നും ഒരു പ്രശ്നമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. മോളെ കാണാതെ അധികം നാളിരുന്ന അതുണ്ടാക്കുന്ന മുറിവുണ്ടല്ലോ, അത് ഈ ജന്മം കരിയില്ല. അപ്പോ സന്തോഷമായല്ലോ ഉണ്ണിയുടെ കാര്യത്തില്. ഡോക്ടർ ചായ കുടിച്ചിരുന്നോ? കുടിച്ചു. എങ്കിലും ഒരു ചായയോടെ കിട്ടിയാ കൊള്ളാം. ഞാൻ ഇപ്പൊ തന്നെ ചായ എടുക്കാം. മോളുടെ മനസ്സിൽ എന്തോ ഒരു സ്ഥാനം ഡോക്ടർക്കിപ്പോ ഉണ്ട്. അതുകൊണ്ടാ അരുണിന്റെ വിലക്ക് മറന്ന് ഞാൻ വിളിക്കുമ്പോ എനിക്കൊപ്പം വരുന്നത്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ മറക്കുന്ന പ്രകൃതക്കാരിയല്ല. പിന്നെ ഞാനും പപ്പനും പവിത്രയൊക്കെ മോശ സ്വഭാവമുള്ള ഒരാളെ പോയി കാണണമെന്ന് പറയില്ലെന്ന് മോക്കറിയാം. എങ്കിലും അറിയാലോ,
മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർ മനസ്സിലാക്കണം. എന്നെ പോലെ തന്നെ മോളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലെ അരുണ്. എന്നാൽ ഡോക്ടറുടെ കാര്യത്തിൽ മാത്രം ഒരു കടുംപിടുത്തമുണ്ട്. അതൊരിക്കലും അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എന്താ വായിക്കുന്നത്? വലിയ തടിയൻ പുസ്തകമൊക്കെ ആണല്ലോ. ഹലോ മാളു. മാള് കട്ട് ചെയ്തിട്ട് പോയി. ഉണ്ണി ലൈനുണ്ട്. ഉണ്ണേട്ടാ, മാളുവിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കാർത്തു നിർബന്ധിക്കുന്നേ? മാളുവിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിച്ചാൽ മതി. മാളുവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോഴവള് കട്ട് ചെയ്തിട്ട് പോയത് നാണം കൊണ്ടാ. ശരി ശരി, കാർത്തുന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. എന്നാലും മാളു നല്ല പണിയാ കാണിച്ചത്. കട്ട് ചെയ്തിട്ട് പോയി കളഞ്ഞല്ലോ. അവക്കുണ്ണിയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണും. കുട്ടിക്കാലം മുതലേ താൻ ഉണ്ണിയെ മനസ്സിലിട്ടുകൊണ്ട് നടന്നതുപോലെ എന്നെ സ്നേഹിച്ചിരുന്നോളാം മാളു. അതിനിടയ്ക്ക് മറ്റാരെ അവള് പ്രേമിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും അവള് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരാൻ. ഞാൻ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മാളുവിന്. സാറിന്റെ ഭാഗത്തുനിന്ന് അത് വേണം. ഞാൻ അതിന് ശ്രമിച്ചില്ലെങ്കിലും അപ്പച്ചി വേണ്ടുവോളം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മാളുവില്. തന്റെ തറവാട്ടിലേക്ക് മാളുവിനെ അയക്കുന്നതിൽ തന്നേക്കാൾ സന്തോഷമുള്ളൂ അപ്പച്ചിക്ക് മുത്തച്ഛനൊക്കെ. ഉണ്ണേട്ടിന് രണ്ടാം ഘട്ടമായതുകൊണ്ട് മൊത്തത്തിലൊരു ചമ്മലൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് കൂടുതൽ ഒച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ടാന്ന് കണ്ണേട്ടനും പവിത്രടുത്തൊക്കെ പറയുന്നത്. അല്ലെങ്കിലും അതൊക്കെ തന്നെയാ നല്ലത്. കല്യാണം സിമ്പിൾ ആയിരിക്കണം. കല്യാണ ശേഷമുള്ള ജീവിത ആഘോഷമാക്കണ്ടേ. ഇവിടെ ഇന്നത്തെ കാലത്ത് തിരിച്ചാ കാര്യങ്ങളൊക്കെ. എല്ലാ ജീവിതത്തിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ദേ ഇവിടെ തന്നെ നോക്ക്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ നമുക്കിടയിലേക്ക് ജീവൻ എന്ന വൃത്തികെട്ടവൻ കയറി വരുന്നു? അത് കാരണം നമ്മൾ തമ്മിൽ ഇപ്പൊ ചെറിയ വഴക്കം പിണക്കൊക്കെ ഇല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. സാറാണ് അതിന്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കുന്നത്. എടോ, അത് എന്റെ മാത്രം തെറ്റാണോ? എന്നെ അനുസരിക്കാത്തല്ല അതിനുള്ള കാരണം. നമ്മളിപ്പൊ സംസാരിച്ചത് ഉണ്ണിയേട്ടന്റെ മാളുവിന്റെ കല്യാണത്തെ പറ്റിയാ. അതിന്ന് വിഷയം മാറി പോണ്ട. ഏതായാലും കാര്യങ്ങൾ ഒരു കരക്കെടുത്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കണം. പിന്നെ മാളു അടുത്തായി. അവൾക്ക് ഇങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും പോവാം. എന്നും കാണാം. ഇതൊക്കെ കഴിഞ്ഞാ മിക്കവാറും അപ്പച്ചി അങ്കിളും ഇവിടെ അടുത്തെവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ വരട്ടെ. നടന്നുപോയി കാണാനുള്ള ദൂരത്തില് എല്ലാവരും വരുന്നത് നല്ലതല്ലേ? ആരും ഇല്ലാത്തവളായിരുന്നു ഞാൻ. ഇപ്പൊ നിറയെ ബന്ധുക്കളായി. സ്നേഹിക്കാൻ ഒരുപാട് പേര്. മോളെ, മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഉണ്ണിയെ കുറിച്ചാണോ? അയ്യേ അല്ല. മോൾ ഉണ്ണി കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. വിഷുവിന് പോയിട്ട് കാണാൻ പറ്റിയില്ല അല്ലേ? ദേ നോക്കി, ഇതാ ആള്. ചെറുപ്പാ,
പിന്നെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. ഇപ്പോ അതിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് കണ്ണിനെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് മോൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. കാർത്തിച്ചെ എന്നും കാണാം ഞാൻ ആ വീട്ടിലേക്ക് പോയാ. അതുപോലെ തന്നെ അമ്മയ്ക്കും മുത്തശ്ശനും എന്നെ കാണണമെന്ന് തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാം. അതുകൊണ്ടാ ഞാൻ എതിർപ്പൊന്നും പറയാത്തെ. ഇതിനേക്കാളും നല്ലൊരു ബന്ധം നമുക്ക് കിട്ടാനില്ല മോളെ. ഉണ്ണിക്ക് എന്ത് പോരായ്മയുണ്ടെന്ന് പറഞ്ഞാലും അവൻ മിടുക്കനായൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് എൻട്രൻസ് എഴുതി നല്ല മാർക്കോടെ അത് എന്റെ മൊബൈലാണ്. അത് എന്റെ മൊബൈലാ. ഭിക്ഷ എടുക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്നിട്ട് എന്റെ മൊബൈൽ മോഷിച്ചിട്ട് പോയാണോ? വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാ, അവരോട് പോയി പറയടാ ഭിക്ഷ എടുക്കാൻ. ഹലോ, ആരും ഇവിടെ കയറി വന്ന് എന്റെ മൊബൈൽ അടിച്ചോണ്ട് പോയി. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് നീ അടുക്കളയിൽ കയറി നിൽക്കുമ്പോ ഇവിടുത്തെ കഥ കടച്ചിടണമെന്ന്. എന്നാലും ആരായിരിക്കും അത്? അതൊരു പെണ്ണ സംസാരിച്ചത്. പെണ്ണാ? പക്ഷെ എനിക്ക് സംശയമുണ്ട്, പെണ്ണിന്റെ ശബ്ദത്തിൽ ആണുങ്ങൾ ആരെങ്കിലും പറ്റിച്ചാണോന്ന്. അതിലെന്റെ സകല നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വല്ല ക്രിമിനൽസിന്റെ കയ്യിലാണ് കിട്ടുന്നെങ്കിൽ അവരത് ഉറപ്പായിട്ട് മിസ്യൂസ് ചെയ്യും. ഇപ്പൊ ആ മൊബൈലേ പോയിട്ടുള്ളൂ. ഇനി നീ വാതിൽ തുറന്നിട്ട് എന്റെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോളൂ. അയ്യോ, എന്റെ കുഞ്ഞിനിപ്പോ കുഴപ്പമൊന്നുമില്ല, മുറിയിലുണ്ട്, അത് കിടന്നുറങ്ങാ. നോക്കിയായിരുന്നോ? ഞാൻ നോക്കി. സൂക്ഷിച്ചില്ലെങ്കിൽ കരയേണ്ടി വരും, അത് ഓർത്തോ. വാതിലും തുറന്നിട്ടോളാം. ഏതായാലും കണ്ണന്റെ വീട്ടിൽ നിന്ന് ഒരു ബന്ധം എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് മാമന്റെയും മാമിയുടെയും അവരുടെ മകളുടെയും ഉപദേശം കൊണ്ട് സ്വഭാവമൊന്നും മാറിയെങ്കിലും ഉണ്ണി നന്നായി പഠിക്കുന്ന പയ്യനായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ എൻട്രൻസ് ഒക്കെ എഴുതി ഡോക്ടറായിട്ട് ഇറങ്ങിയത്. പഠിക്കുന്ന കാലത്ത് ഉണ്ണിയേട്ടന് എല്ലാത്തിലും ഒന്നാമനായിരുന്നു. ഞാനായിരുന്നു മണ്ടി. അതുകൊണ്ടാ +2 കഴിഞ്ഞപ്പോ ഞാൻ പഠിത്തം വേണ്ടാന്ന് വെച്ചത്. പിന്നെ കണ്ണേട്ടനും എന്നെ അധികം കോളേജിലൊന്നും വിടുന്ന ഇഷ്ടമല്ലായിരുന്നു. കുട്ടിക്കാലം മുതലേ ഉണ്ണിക്ക് പറഞ്ഞു വെച്ചതല്ലേ കാർത്തൂനെ. ഒരുപക്ഷെ ആ ബന്ധം നടന്നിരുന്നെങ്കിൽ മോളെ കാണുപോലും ഇല്ലായിരുന്നു. അങ്ങനൊന്നും പറയേണ്ട ദേവേ. കാണേണ്ടവരെ ദൈവം എപ്പോഴായാലും കൂട്ടിമുട്ടിക്കും. അരുൺ ഈ നാട്ടിൽ വന്ന് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്കെന്തൊരു ദേഷ്യമായിരുന്നു. മോളെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. അതേപ്പറ്റി ഒന്നും ഇനി പറയണ്ട. അന്നത്തെ അപ്പച്ചിയല്ലല്ലോ ഇപ്പൊ എന്റെ മുന്നേ ഇരിക്കുന്നത്. പിന്നെ കണ്ണേട്ടന്റെ വലിയ ആഗ്രഹം ഉണ്ണിയേട്ടൻ ഒരു ഡോക്ടറായി കാണണമെന്ന്. എനിക്കറിയാം മോളെ. കണ്ണന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കണം. ഈ ജീവിതത്തിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ കണ്ണനെന്ന ഏട്ടൻ. സത്യം പറഞ്ഞ മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ കണ്ണൻ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. 10-15 വയസ്സുള്ളപ്പോ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത ആളാ കണ്ണൻ. ശരിക്കും പറഞ്ഞ ആ സമയത്ത് തന്നെ കുടുംബനാഥനായെന്ന് പറയാം. അതിനൊപ്പാ മോളെ കൂടി എടുത്തോണ്ട് ഒന്ന് വളർത്തിയത്. കണ്ണന്റെ അമ്മയുടെ സ്വഭാവം വച്ചിട്ട് അന്ന് എന്തെല്ലാം മോളെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാം. അവിടെയൊക്കെ പതരാതെ മോളെയും ഉണ്ണിയും നല്ല നിലയിൽ എത്തിച്ചില്ലേ. അതുകൊണ്ട് ഇനിയുള്ള കാലം നിങ്ങളുടെയൊക്കെ ജീവിതം കണ്ട് കണ്ണൻ സന്തോഷിക്കണം. പിന്നെ മോള് കണ്ണനെ കണ്ട് പറയണം, കണ്ണന്റെ മോളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമവും വേണ്ടാന്ന്. നന്ദനമോളെ ഞങ്ങള് തന്നെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചോളാന്ന്. അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. ഇപ്പൊ തന്നെ സഹായം ഒരുപാടായെന്നാ കണ്ണേട്ടൻ പറയുന്നത്. സഹായം എത്രയായാലും അത് അധികമാവില്ല മോളെ. ഇനിയിപ്പോ ഒന്നും ആളുവിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ 2 കുടുംബക്കാരും കൂടുതൽ അടുക്കുക. എനിക്കിഷ്ടമാണ് മോളുടെ തറവാടുമായിട്ടുള്ള ബന്ധം. എന്നാ പിന്നെ ഉണ്ണി വിളിച്ച് പറഞ്ഞേക്ക്, നല്ലൊരു ഡോക്ടറുടെ ജൂനിയറായി വർക്ക് ചെയ്യാൻ തയ്യാറായിക്കൊള്ളാൻ. ശരി അപ്പച്ചി. ഉണ്ണിയപ്പം മതിയോ? മതി. അന്ന് ആ കാട്ടിലെറിഞ്ഞ അമ്മ ഞാനാണെന്ന് എന്റെ മോൾ എന്നെങ്കിലും അറിഞ്ഞ അവളെന്നെ വെറുക്കും എടുത്തി.
അങ്ങനെ ചെയ്ത അമ്മയോട് വെറുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയാണെന്നറിയുമ്പോ, നിന്റെ അപ്പോഴത്തെ സാഹചര്യം അറിയുമ്പോ നിന്നെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ ദേവേ. അമ്മയും മോൾ